ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ NAOS സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയിലെ 28ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ, റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അല്ലേ, ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ, ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് അല്ലേ. ഒരുപാട് മതവിഭാഗങ്ങൾ അവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മതങ്ങൾ എല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സൗഹൃദത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നത് അല്ലേ. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഹിന്ദു മതമാണ് അല്ലേ. ഹിന്ദു മതമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. തൊട്ടടുത്തായിട്ട് ഏതുണ്ട്? മുസ്ലിം മതവും അല്ലേ, പിന്നെ ഏതാണ്? ക്രിസ്ത്യൻ അല്ലേ, എന്നീ മതവിഭാഗങ്ങൾ ഉണ്ട്. ഇതൊന്നും കൂടാതെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇത് കൂടാതെ ഇനിയുമുണ്ട് ഒരുപാട് മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ. ബാക്കി ഏതൊക്കെ മതവിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്? പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സൊറാസ്ട്രിയനിസം അല്ലേ. ഒന്നാമത്തെയാണ് സൊറാസ്ട്രിയനിസം. മറ്റൊരു മതവിഭാഗമാണ് ബുദ്ധമതം, ജൈനമതം, സിഖ് മതം അല്ലേ. ഇതേപോലുള്ള ഒരുപാട് മതവിഭാഗങ്ങൾ കൂടെ വേറെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചാണ് അവിടെ ജീവിക്കുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്നത്. വളരെ സൗഹൃദത്തോടു കൂടി ഇന്ത്യയിൽ ജീവിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഈ മതങ്ങളുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ മതത്തിനുള്ളത് എന്നുള്ള കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ, ഡീറ്റെയിൽഡ് ഒന്നുമില്ല, വളരെ ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മതവിഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ഹിന്ദു മതം എന്ന് പറയുന്നത് അല്ലേ, ആദ്യത്തെ മതവിഭാഗം. അപ്പം നമുക്ക് പറയാം ഹിന്ദു മതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു മതത്തിന് ഹിന്ദുയിസം അല്ലേ, ഹിന്ദു മതം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം? ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള മതങ്ങളിൽ ഒന്നാണ് ഏത് എന്ന് പറയുന്നത്? ഹിന്ദു മതം എന്ന് പറയുന്നത്. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മതവും ഏത് തന്നെയാണ്? നമ്മൾ പറഞ്ഞത് അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മതവും ഹിന്ദു മതം തന്നെയാണ്. നിലവിൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 83% ആരാണ്? ഹിന്ദുസ് ആണുള്ളത് അല്ലേ. 83% ഹിന്ദുസ് ആണുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാം ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു മതം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹിന്ദുസിൻ്റെ ഇടയിലുള്ള ജീവിത രീതിയിലും അതേപോലെ തന്നെ അവരുടെ സാമൂഹികവും സാംസ്കാരികവും വിശ്വാസപരമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ട് എന്തിനെ കണക്കാക്കാവുന്നതാണ്? ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. വെറും മതം എന്ന് പറയുന്നതിലും ഉപരിയായിട്ട് എന്താണ് ഹിന്ദുമതം? അതിൻ്റെ ജീവിത രീതിയിലും വിശ്വാസത്തിലും അല്ലേ, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിശ്വാസത്തിലൊക്കെ എന്താണ് അധിഷ്ഠിതമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനമാണ് ഏത് എന്ന് പറയുന്നത്? ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഹിന്ദു മതത്തിലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബുക്കുകൾ നമുക്ക് അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് മതഗ്രന്ഥങ്ങൾ എന്തുണ്ട്? ഹിന്ദുസിൻ്റെ ഇടയിൽ ഉണ്ട് അല്ലേ. ആ മതഗ്രന്ഥങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? പ്രമാണങ്ങൾ എന്ന പേരിൽ വിളിക്കാവുന്നതാണ്. ഹിന്ദുസിൻ്റെ ഇടയിലുള്ള മതഗ്രന്ഥങ്ങളെ നമുക്ക് പ്രമാണങ്ങൾ എന്ന പേരിൽ വിളിക്കാം. ഇനി നമുക്ക് നോക്കാവുന്നത് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസിൻ്റെ ഇടയിൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്, ഒരുപാട് സങ്കല്പങ്ങൾ. എന്തൊക്കെ കോൺസെപ്റ്റാണ് ഹിന്ദുസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്? ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. ഇത് ഹിന്ദുസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് അല്ലേ. എന്താണ് ധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രധാനപ്പെട്ട 4 കൺസെപ്റ്റ് ആണുള്ളത്: ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. അപ്പോൾ ആദ്യത്തെയാണ് ഏത്? ധർമ്മ. അപ്പം ധർമ്മ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ധർമ്മം. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ധർമ്മ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്? അർത്ഥ. എന്താണ് അർത്ഥ അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്? അർത്ഥം മീൻസ് ധനം അല്ലേ. നമ്മൾ ധനം സമ്പാദിക്കുന്നത് എങ്ങനെയായിരിക്കണം? സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, കളവ് ചെയ്യാതെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ സമ്പത്ത് ആർജിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? അർത്ഥ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ കാമ. അപ്പം എന്താണ് കാമ? അപ്പം നമുക്കറിയാം ഓരോ വ്യക്തിയിലും കാണുന്ന ഒരു ടെൻഡൻസിയാണ് എന്ത് എന്ന് പറയുന്നത്? കാമ. ഓരോ വ്യക്തിയിലുമുള്ള പ്രവണതയാണ് കാമ. കാമത്തിൻ്റെ സഫലീകരണം എന്ന് പറയുന്നത് എന്താണ്? സന്താന ഉൽപാദനം, പ്രോക്രിയേഷൻ അല്ലേ. കാമത്തിൻ്റെ സഫലീകരണമാണ് സന്താന ഉൽപാദനം. അടുത്ത തലമുറയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്ത് എന്ന് പറയുന്നത്? കാമ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? മോക്ഷം അല്ലെങ്കിൽ മോക്ഷ അല്ലേ. സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സാക്ഷാത്കാരമാണ് എന്ത് എന്ന് പറയുന്നത്? മോക്ഷം എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ജീവിത ലക്ഷ്യമാണ് ഏത് എന്ന് പറയുന്നത്? മോക്ഷം എന്ന് പറയുന്നത്. ഈ 4 എണ്ണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹിന്ദുസിൻ്റെ എന്ത് എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്കറിയാം ഹിന്ദുസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹിന്ദു മതത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഏത് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ബാഹുല്യം. മലയാളത്തിൽ നമ്മൾ പറയും ബാഹുല്യം. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്ത്? ഹിന്ദുമതം എന്ന് പറയുന്നത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് ഏത് എന്ന് പറയുന്നത്? ഹിന്ദുമതം എന്ന് പറയുന്നത്. എന്താ ഈ സങ്കീർണതകൾ നിറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഏകജാതീയമായിട്ടൊന്നും എന്ത് നിലനിൽക്കുന്നില്ല? ഹിന്ദുമതം നിലനിൽക്കുന്നില്ല. ധാരാളം ഉപജാതികൾ അവിടെ ഉണ്ട്, ഹിന്ദുസിൻ്റെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹിന്ദുമതം എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിസിറ്റി ബേസ് ചെയ്തുള്ളതാണ്, ബാഹുല്യത്തിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് അല്ലേ. ഒരു ജാതിയായിട്ട് ഹിന്ദുമതം നിലനിൽക്കുന്നില്ല, ഹിന്ദുസിൻ്റെ ഇടയിൽ ഒരുപാട് ഉപജാതികളുണ്ട്. പിന്നെ അതേപോലെ ഏകദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഹിന്ദുസിൻ്റെ ഇടയിലില്ല അല്ലേ. ബഹുദൈവ വിശ്വാസികളാണ് ആര് എന്ന് പറയുന്നത്? ഹിന്ദുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഹുല്യം അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയാവുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ആണ് ഏത്? ബഹുദൈവ വിശ്വാസം. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഹിന്ദുമത വിഭാഗക്കാർ എന്താണ്? ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ പോളിത്തിസം. ബഹുദൈവ വിശ്വാസം നമ്മൾ എന്താ പറയുന്നത്? പോളിത്തിസം എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ ഏകദൈവ വിശ്വാസം നമ്മൾ എന്തായിരിക്കും പറയാ? മോണോത്തിസം. ഏകദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് മോണോത്തിസം അല്ലേ. അപ്പോൾ ഹിന്ദുസ് എന്താണ്? ഹിന്ദുസ് ബഹുദൈവ വിശ്വാസികളാണ് അല്ലേ. ഒരുപാട് ദൈവത്തിൽ ഏകദേശം 400ഓളം ദേവന്മാരും ദേവതകളും എവിടെ ഉണ്ട്? ഹിന്ദുസിൻ്റെ ഇടയിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹിന്ദുസിൻ്റെ ഇടയിലുള്ള വേദിക് ബുക്സ്, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഹിന്ദുസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ധാരാളം പുരാണങ്ങളും കാര്യങ്ങളൊക്കെ, പുരാണ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ എന്തുണ്ട്? ഹിന്ദുസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് വളരെ ചുരുക്കി ഹിന്ദുസിൻ്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മതവിഭാഗം, ഏറ്റവും കൂടുതലുള്ള മതവിഭാഗമായിട്ടുള്ള ഹിന്ദുസിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തേത് ഏതാണ്? ഹിന്ദുയിസം നമ്മൾ പഠിച്ചു അല്ലേ. ഹിന്ദുയിസം എന്താണ്? ഹിന്ദു മതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, സൊറോസ്റ്റേറിയനിസം. എന്താണ് സൊറോസ്റ്റേറിയനിസം? മറ്റൊരു മതവിഭാഗമാണ് സൊറോസ്റ്റേറിയനിസം. എന്താണ് സൊറോസ്റ്റേറിയനിസം എന്ന് പറയണമെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം, സൊറോസ്റ്റേറിയനിസം ഈസ് അനദർ ഓൾഡസ്റ്റ് ആൻഡ് പ്രൊമിനന്റ് ആൻഷ്യന്റ് ലിവിംഗ് റിലീജിയൻ ഓഫ് പ്രീ ഇസ്ലാമിക് ഇറാൻ. അപ്പോൾ നമുക്ക് പറയാം ഇസ്ലാമിന് മുമ്പുള്ള ഇറാനിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു മതവിഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? സൊറാസ്റ്റേറിയൻ മതം എന്ന് പറയുന്നത്. ഈ മതത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? ഇറാനിലാണ് ഈ മതത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ? സൊറാസ്റ്റേറിയനിസം മതത്തിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് സൊറം വാസ്തർ, അല്ലെങ്കിൽ പറയും നമ്മൾ സരദുസ്ട്ര ഓർ മസ്ദെയ്സ്. ഈ പേരിലൊക്കെയാണ് എന്തറിയപ്പെടുന്നത്? ഈ സൊറാസ്റ്റേറിയൻ മതത്തിൻ്റെ ഫൗണ്ടർ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. മസ്ദെയ്സ് എന്ന പേരിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? സരദുസ്ട്ര അല്ലെങ്കിൽ സൊറം വാസ്തർ അറിയപ്പെടുന്നു. സൊറാസ്റ്റേറിയൻ മതത്തിൻ്റെ ഉപജ്ഞാതാവ് അറിയപ്പെടുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ മതത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മതത്തിലുള്ള ആളുകൾ, ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അഗ്നിയെയും ഭൂമിയെയും ആരാധിക്കുന്നവർ, ദൈവമായി കണക്കാക്കി ആരാധിക്കുന്നവരാണ് ആര്? സൊറാസ്റ്റേറിയനിസ്റ്റ് അല്ലേ. അഗ്നിയെയും ഭൂമിയെയും ദൈവമാക്കി ആരാധിക്കുന്നവരാണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ടീച്ചിങ്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാദാസ് എന്ന പേരിലാണ് അവരുടെ സൊറാസ്റ്റേറിയൻസിൻ്റെ ടീച്ചിങ്സ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ്? ഗാദാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടിൽ സൊരദുസ്ട്ര അല്ലെങ്കിൽ മസ്ദെയ്സ് അല്ലെ ഗുജറാത്തിലെ കത്തിയാവാഡിലുള്ള ഡ്യൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തായി? കുടിയേറി വന്നു അല്ലേ. ഗുജറാത്തിലെ കത്തിയാവാഡിലുള്ള ഡ്യൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറി വന്നിട്ടുണ്ട്. പേർഷ്യയിൽ നിന്നും വന്നവരായതുകൊണ്ട് ഇവരെ നമ്മൾ പാർസികൾ അല്ലേ, പേർഷ്യയിൽ നിന്നും വന്നവരായതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്നത് പാർസികൾ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പാർസി ദേവാലയം ഗുജറാത്തിലെ സബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പാർസി ദേവാലയം ഗുജറാത്തിലെ സബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത്, പാർസികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്റ് അവസ്ഥ. പാർസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിശുദ്ധ ഗ്രന്ഥം, ഹോളി ബുക്സ് ആയിട്ട് അറിയപ്പെടുന്ന എന്താണ്? സെന്റ് അവസ്ഥ. പിന്നെ ഇവർക്ക് ഈ സൊറാസ്റ്റേറിയൻസിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പാർസി മതവിശ്വാസ പ്രകാരം ഇവരുടെ ഈ ഹോളി ബുക്സ് ഒന്നും എഴുതി സൂക്ഷിക്കാൻ പാടില്ല.
അല്ലേ? അതെന്ത് ചെയ്യണം? വാമൊഴിയായിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? കൈമാറി പോകേണ്ടതാണെന്നാണ് ആര് വിശ്വസിക്കുന്നത്? ഈ പാർസി മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവരുടെ വിശ്വാസപ്രകാരം ഇവരുടെ ശവശരീരങ്ങൾ ദഹിപ്പിക്കാൻ പാടില്ല, അല്ലേ? കത്തിക്കാനൊന്നും പാടില്ല, വെള്ളത്തിൽ ഒഴുക്കുകയോ നിർമ്മാർജ്ജനം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശവശരീരങ്ങൾ ദോക്മ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയും അവിടെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പക്ഷികൾ കൊത്തി എന്ത് ചെയ്യുക, ഈ ശവശരീരങ്ങളൊക്കെ എന്താണ് കൊത്തി കഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതവിഭാഗത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു മതവിഭാഗമാണ് ബുദ്ധിസം. മറ്റൊരു മതവിഭാഗമാണ് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ബുദ്ധമതത്തിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ മുന്നേ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഭാഗം അല്ലേ ബുദ്ധമതം. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇന്ത്യയിലെ മതവിഭാഗങ്ങളെ സൂചിപ്പിച്ച് പോകുന്ന സമയത്ത് ബുദ്ധമതം എന്താണ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ള തദ്ദേശീയ മതപ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത് എന്ന് പറയുന്നത്? ബുദ്ധമതം എന്ന് പറയുന്നത്. ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടറാണ് ആര്? ഗൗതമ ബുദ്ധൻ. അപ്പം ഗൗതമ ബുദ്ധൻ്റെ ഉപദേശങ്ങളാണ് ഈ ഒരു മതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഗൗതമ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള ലുംബിനിയിലാണ് ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്, അല്ലേ? മായാദേവിയുടെയും ശുദ്ധോദനൻ്റെയും പുത്രനായിട്ടാണ് ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. അമ്മയായിട്ടുള്ള മായാദേവിയുടെ മരണശേഷം മഹാപ്രജാപതി ഗൗതമിയാണ്, അമ്മയുടെ സഹോദരിയായിട്ടുള്ള മഹാപ്രജാപതി ഗൗതമിയാണ് ആരെ വളർത്തുന്നത്? ഗൗതമ ബുദ്ധനെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ പറയാം സിദ്ധാർത്ഥനെ അല്ലെങ്കിൽ ഗൗതമ ബുദ്ധനെ ആത്മീയ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു വാർദ്ധക്യം, മരണം, ദുഃഖം, വേദന. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സിദ്ധാർത്ഥനെ ഗൗതമ ബുദ്ധനെ ആത്മീയ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അറിയപ്പെടുന്നത് ആര്യസത്യ ചതുഷ്ടയവും അഷ്ടാംഗ മാർഗവുമാണ് ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണങ്ങളായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത് ബുദ്ധമതത്തിൻ്റെ ത്രിരത്നങ്ങൾ, ജ്വൽസ് അല്ലെങ്കിൽ ത്രിരത്നങ്ങളായിട്ട് അറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ എന്താ പഠിക്കുന്നുള്ളൂ? ബുദ്ധമതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ബുദ്ധമതത്തിൻ്റെ ത്രിരത്നങ്ങളാണ് ബുദ്ധം, ധർമ്മം, സംഘം എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ത്രിപീഠിക. ഓർത്ത് വയ്ക്കണം, ഒബ്ജക്റ്റീവ് ടൈപ്പിനൊക്കെ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഏത് എന്ന് പറയുന്നത്? ത്രിപീഠിക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബുദ്ധൻ്റെ ജന്മകഥകൾ വിവരിക്കുന്ന ബുദ്ധൻ്റെ പൂർവ്വജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജാതക കഥകൾ എന്ന് വിളിക്കുന്നത്. ബുദ്ധൻ്റെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളാണ് ജാതക കഥകൾ എന്ന് പറയുന്നത്. ഈ ജാതക കഥകളിൽ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലെ അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിലുള്ള ബുദ്ധൻ്റെ പൂർവ്വജന്മങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധമതം ദൈവങ്ങളെയും ദേവതകളെയും ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വ്യക്തികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കാ കൊടുക്കുന്നത്? വ്യക്തികളുടെ ആത്മീയമായിട്ടുള്ള വികസനത്തിനാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധമതം പ്രാധാന്യം കൊടുക്കുന്നത്. വ്യക്തികളുടെ ആത്മീയമായ വികസനത്തിനാണ് ബുദ്ധമതം പ്രാധാന്യം കൊടുക്കുന്നത്. കാലക്രമേണ ബുദ്ധമതം പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ബുദ്ധമതത്തിലേക്ക് പലരും പരിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര് എന്ന് പറയുന്നത്? അംബേദ്കർ. 1956 ഒക്ടോബറിൽ നാഗ്പൂരിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബുദ്ധമതക്കാർ നവ ബുദ്ധിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ബുദ്ധമതത്തിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധമതത്തിനെ പറ്റി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കുന്നത്. നമുക്കിവിടെ ജസ്റ്റ് എന്തറിഞ്ഞാൽ മതി? മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ ഏതാണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബുദ്ധമതത്തിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ജൈനിസം. അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് ജൈനമതം. ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മതവിഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ജൈന മതം എന്ന് പറയുന്നത്. അപ്പം ജേതാവ് എന്നർത്ഥം വരുന്ന ജിന
ജേതാവ് എന്ന് മീനിങ് ആയിട്ട് വരുന്ന ജിന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന പദത്തിൽ നിന്നാണ് ജൈനൻ എന്ന പദം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പം എങ്ങനെയാണുള്ളത്? ജേതാവ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നർത്ഥം വരുന്ന ജിന എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ജൈനൻ എന്ന് പറയുന്ന പദം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ജൈനമത സ്ഥാപകനാണ് വർദ്ധമാന മഹാവീരൻ. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ അതുകൊണ്ട് ഓർത്ത് വെക്കണം. ജൈനമത സ്ഥാപകനാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അപ്പം 24ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ് ആരറിയപ്പെടുന്നത്? വർദ്ധമാന മഹാവീരൻ അറിയപ്പെടുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. 24ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ് ആരറിയപ്പെടുന്നത്? വർദ്ധമാന മഹാവീരൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 540 അല്ലേ ടു 468 BC ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. അദ്ദേഹം ജനിക്കുന്നത് വൈശാലിയിലെ കുന്തല ഗ്രാമത്തിലാണ്. ആര് ജനിക്കുന്നത്? വർദ്ധമാന മഹാവീരൻ ജനിക്കുന്നത് വൈശാലിയിലെ കുന്തല ഗ്രാമത്തിൽ വെച്ച് ജനിക്കുകയും പാവൂരിൽ വെച്ച് മരണപ്പെടുകയുമാണ് ആര് ചെയ്തത്? വർദ്ധമാന മഹാവീരൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് എന്ത്? അഹിംസ. അഹിംസയെ ബേസ് ചെയ്തിട്ടാണ് ജൈനമതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണ്? അഹിംസയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് അല്ലേ. നോൺ വയലൻസ് അഹിംസയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ നമ്മൾ പഠിച്ചു. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ അല്ലെങ്കിൽ 3 jewels ആണ് ഏതൊക്കെ? ബുദ്ധം, ധർമ്മം, സംഘം. അതേപോലെ ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ഏതൊക്കെയാണ്? ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ റൈറ്റ് ഫെയ്ത്ത് അല്ലേ, ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ് ശരിയായ അറിവ്, നെക്സ്റ്റ് വൺ റൈറ്റ് കോണ്ടാക്ട് മീൻസ് ശരിയായ പെരുമാറ്റം അല്ലേ, ശരിയായ സ്വഭാവം എന്നൊക്കെ പറയുന്നത് ജൈനമതത്തിലെ ത്രിരത്നങ്ങളായിട്ട് അറിയപ്പെടുന്ന കാര്യമാണ്. ഇതൊക്കെ കൂടാതെ ജൈനമതത്തെ നമുക്ക് 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജൈനമതം പിന്നീട് 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. ഫസ്റ്റ് വൺ ദിഗംബര ആൻഡ് സെക്കൻഡ് വൺ ശ്വേതംബര. ദിഗംബര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേക്കഡ് ഗ്രൂപ്പ്സ്, ശ്വേതംബര വെയറിങ് വൈറ്റ് ക്ലോത്ത്സ് അല്ലേ. അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് ആര് തരംതിരിച്ചിട്ടുണ്ട്? നമ്മുടെ ജൈനമതത്തെ തരംതിരിച്ചിട്ടുണ്ട്. ദിഗംബരന്മാരും ശ്വേതംബരന്മാരും. ഇതൊന്നും കൂടാതെ ജൈനർക്ക് നിരവധി കാസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഒരുപാട് ജാതി വിഭാഗങ്ങൾ ജൈനമത വിഭാഗക്കാർക്കുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ആരാളുള്ളത്? ട്രേഡേഴ്സ് അല്ലെങ്കിൽ വ്യാപാരികളാണുള്ളത്. അപ്പം നമുക്ക് ജൈനമതത്തിലെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് മൈസൂരിലെ ശ്രാവൺ ബലഗോള ക്ഷേത്രം എന്തായിട്ട് അറിയപ്പെടുന്നുണ്ട്? ജൈന കാശി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ജൈനമതത്തിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ജൈനിസം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ ക്രിസ്ത്യാനിറ്റി. ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മതവിഭാഗമാണ് ഏത്? ക്രിസ്ത്യൻ മതം അല്ലേ. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വിഭാഗം. എന്തൊക്കെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? യഹൂദ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു മതമാണ് ഏത് എന്ന് പറയുന്നത്? ക്രിസ്തു മതം എന്ന് പറയുന്നത്. ക്രിസ്തുമതത്തിൻ്റെ ഫൗണ്ടറായിട്ട് നമുക്കറിയാം അല്ലേ, യേശു ക്രിസ്തു ആണ് ക്രിസ്തുമത സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ബത്ലഹേമിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. യേശു ക്രിസ്തു ആണ് ക്രിസ്തുമതം സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് എവിടെയാണ്? ബത്ലഹേമിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. BC 4 മുതൽ 29 വരെയുള്ള കാലഘട്ടമാണ് ഏത് കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്? ക്രിസ്തുമത കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ക്രിസ്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അല്ലേ, മരണം, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യൻസ് അല്ലേ. പിന്നെ അതേപോലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്? എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻസ് കൂടുതൽ വന്നത്? ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ കച്ചവടത്തിലൂടെയും അതേപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് അല്ലെ, കച്ചവടത്തിലൂടെയും വ്യാപാരത്തിലൂടെയും ഒക്കെ വന്ന ആളുകളും അതേപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ, ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തിയിട്ടൊക്കെയാണ് എന്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ക്രിസ്ത്യാനികൾ വന്ന് സ്പ്രെഡ് ആയതെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് വേറെ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിനുള്ളത്? മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആരാണ്? ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലേ. മോണോത്തിസം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മോണോത്തിസം അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ആര് എന്ന് പറയുന്നത്? ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ കേരളത്തിൽ ക്രിസ്തുമതം സ്ഥാപിച്ചിരിക്കുന്ന ആരാ? നമ്മൾ ക്രിസ്തുമത സ്ഥാപകൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു അല്ലേ. കേരളത്തിൽ ക്രിസ്തുമതത്തിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്രിസ്തുമതം സ്ഥാപിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള സെൻറ്റ് തോമസ് ആണ്.
അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിലെ മുസിരിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? മുസിരിസിൽ വന്നിറങ്ങുകയും തുറമുഖ പട്ടണമായിട്ടുള്ള മുസിരിസിൽ വന്നിറങ്ങുകയും അല്ലേ, കേരളം മൊത്തം ചുറ്റി സഞ്ചരിക്കുകയും പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കേരളത്തിൽ ക്രിസ്തുമതം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻസിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഏത്? ബൈബിൾ. ഹോളി ബുക്സ് ക്രിസ്ത്യൻസിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിൾ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പുതിയ നിയമവും പഴയ നിയമവും അല്ലേ. ബൈബിൾ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ബുക്സ് അല്ലെങ്കിൽ പുസ്തകം എന്നാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? ബൈബിൾ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഏകദൈവ വിശ്വാസികളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു the 3 constituents of Christian religion life include, പ്രധാനമായിട്ടുള്ള 3 ഘടകങ്ങൾ, ക്രിസ്ത്യൻസിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആസ് ദി മെസ്സഞ്ചർ ഓഫ് ഗോഡ്. അപ്പോൾ അവരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, ആക്റ്റീവ് സർവീസസ് അല്ലേ, സജീവമായ സേവനങ്ങൾ, പിന്നെന്താണ്? ലവ് ടു ദി നൈബേഴ്സ് അല്ലേ, ആരാണ്? അയൽക്കാരോടുള്ള സ്നേഹം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ക്രിസ്ത്യൻ റിലീജിയസ്, ക്രിസ്ത്യൻസ് മതവിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളായിട്ട് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് അല്ലേ, യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസം. രണ്ടാമത്തെയാണ് ഏത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഏതാണ് രണ്ടാമത്തത്? സജീവമായ സേവനം അല്ലേ, ആക്റ്റീവ് സർവീസസ്, അതേപോലെ തന്നെ അയൽക്കാരോടുള്ള സ്നേഹം. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത്. അതേപോലെ നമ്മൾ ബാക്കിയുള്ള മതവിഭാഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും എന്തുണ്ട്? ഉപവിഭാഗങ്ങളുണ്ട് അല്ലേ. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉപവിഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് എന്ത്? കാത്തലിക്സ്, അതേപോലെ തന്നെ എന്താണ്? പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ആരാണ്? കാത്തലിക്സ് ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ കാത്തലിക്സ്. അതിന് തൊട്ടടുത്തായിട്ട് ആരുണ്ട്? പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും പിന്നെയാണ് എന്ത്? ഓറിയന്റൽ ഓർത്തഡോക്സ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്ത്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസ്തു മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ക്രിസ്ത്യാനിറ്റി. നെക്സ്റ്റ് വൺ, ജൂതിസം. അപ്പം എന്താണ് ഈ ജൂതിസം എന്ന് പറയുന്നത്? ജൂതമതം അല്ലേ, ജൂതിസം അല്ലെങ്കിൽ ജൂതമതം. അപ്പം യഹൂദ മതത്തിൻ്റെ അനുയായികൾ ജൂതന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. യഹൂദ മതത്തിൻ്റെ അനുയായികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജൂതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രധാനമായിട്ട് അവർ ഇന്ത്യയിൽ എവിടേക്കാണുള്ളത്? ഇന്ത്യയിൽ കേരളത്തിലും മഹാരാഷ്ട്രയിലും. അതിൽ കേരളത്തിൽ തന്നെ കൊച്ചിയിലാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. ഇവരുടെ ക്ഷേത്രം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇവരുടെ ക്ഷേത്രം സിനഗോഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജൂതന്മാരുടെ ക്ഷേത്രം സിനഗോഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇവരെന്താണ്? ഏകദൈവ വിശ്വാസികൾ, മോണോത്തിസം അല്ലേ. ഏകദൈവ വിശ്വാസികളാണ് ആര്? ജൂതന്മാർ അല്ലേ, ഏകദൈവ വിശ്വാസികളാണ്. പക്ഷെ ഇവരെന്താണ്? അധികമായിട്ടുള്ള എന്താണ്? അതിര് കടന്ന ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര് എന്ന് പറയുന്നത്? ജൂതന്മാരെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരെ ബനെ ഇസ്രായേൽ അല്ലേ, പിന്നെന്താണ്? ഇസ്രായേലിൻ്റെ പുത്രന്മാർ എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പം ജൂതമതത്തെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഇസ്ലാം. ഇസ്ലാം മതത്തെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയുന്നത്, മുസ്ലിംസ് അല്ലേ. അപ്പോൾ ഇസ്ലാം മതത്തെ പറ്റി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം? ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം എന്നാൽ അറബിയിൽ എന്താണ്? അല്ലാഹു എന്ന് വിളിക്കപ്പെടുന്ന ഏകദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ജീവിക്കുന്നവരാണ് ആര് എന്ന് പറയുന്നത്? മുസ്ലിംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസികളാണ് അല്ലേ. അപ്പം നമുക്കറിയാം ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ആര്? മുസ്ലിംസ് എന്ന് പറയുന്നത്. AD 570 മക്കയിലെ ഖുറൈശി ഗോത്രവർഗത്തിലാണ് ആര് ജനിക്കുന്നത്? മുഹമ്മദ് നബി ജനിക്കുന്നത്. പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന അല്ലേ. അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായിട്ടാണ് ആര് ജനിക്കുന്നത്? മുഹമ്മദ് നബി ജനിക്കുന്നത്. മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. എന്തിൻ്റെ പേര് അർത്ഥം? മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. അസ്ലമ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം, വണങ്ങുക എന്ന അർത്ഥമുള്ള അസ്ലമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വണങ്ങുക. ആ ഒരു പദത്തിൽ നിന്നാണ് ഏത് ടേം ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്ന പദം ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. 5 ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിംസിൻ്റെ കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ സെൻട്രൽ ബിലീഫ്സ് ഓഫ് ഇസ്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിലനിൽക്കുന്നത്? മുസ്ലിംസിൻ്റെ കർമ്മ പദ്ധതി, അവരുടെ ജീവിത രീതി തന്നെ നിലനിൽക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം. അള്ളാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമസ്കാരം അനുഷ്ഠിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം അനുഷ്ഠിക്കുക. തേർഡ് വൺ സക്കാത്ത് കൊടുക്കുക. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക. 4 റംസാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുക. 5ാമത്തെ കാര്യം ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ സെൻട്രൽ ബിലീഫ്സ് ഓഫ് ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, നമ്മൾ ഒരുപാട് ഈ മതഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അതേപോലെ ഇസ്ലാംസിൻ്റെ ഇടയിലുണ്ട് എന്ത്? ഇസ്ലാംസിൻ്റെ ഹോളി ബുക്ക് അല്ലേ? മുസ്ലിംസിൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ് ഏത് എന്ന് പറയുന്നത്? ഖുറാൻ എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ പരമോന്നത തീർത്ഥാടന കേന്ദ്രമാണ് ഏത് എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക അല്ലേ? മക്കയിലേക്ക് ഹജ്ജിന് പോകുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടനം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ഇടയിൽ എന്തുണ്ട്? പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങളുണ്ട് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങൾ, മുസ്ലിംസിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? ഷിയ, സുന്നികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ സുന്നിയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനു പഠിച്ചു? ഇസ്ലാം എന്ന് പറയുന്ന മതവിഭാഗങ്ങളിൽ നമ്മൾ ഓർത്ത് വെച്ച കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ സിക്കിസം. അടുത്ത മതവിഭാഗമാണ് ഏത് മതം എന്ന് പറയുന്നത്? സിഖ് മതം എന്ന് പറയുന്നത്. അപ്പോൾ സിഖ് മതത്തിൻ്റെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണ്? എന്താണ് ഈ സിഖ് മതം? ആരാണ് സിഖ് മതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? സിഖ് മതത്തിൻ്റെ ഫൗണ്ടറാണ് ആര് എന്ന് പറയുന്നത്? ഗുരുനാനാക്ക്. സിഖ് മതത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗുരുനാനാക്ക്. വിവിധ ഹിന്ദു ആരാധനാമൂർത്തികളെ നിരസിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ക്രമപ്പെടുത്തിയ ആളുകളാണ് ആര് എന്ന് പറയുന്നത്? സിഖ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ലേ? ഒരുപാട് ഹിന്ദു മതത്തിലുള്ള ആരാധനാമൂർത്തികളെയൊക്കെ നിരസിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത രീതി ക്രമപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ആര്? സിഖ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. സിഖ് എന്ന് പറയുന്ന പദം പാലി എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നാണ് ഉടലെടുത്ത് വന്നിട്ടുള്ളത്. പാലി അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? ഡിസിപ്പിൾസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. സിഖ് മത സ്ഥാപകൻ ആരാ നമ്മൾ പറഞ്ഞു അല്ലേ? ഗുരുനാനാക്കാണ് സിഖ് മത സ്ഥാപകൻ. പിന്നെ നമുക്ക് പറയാം എന്താണ്? സിഖ് മതത്തിൽ ഗുരുനാനാക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിനെ തുടർന്ന് വരുന്ന 9 ഗുരുക്കന്മാരും ചേർന്നതാണ് എന്ത് എന്ന് പറയുന്നത്? സിഖ് മതം എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഗുരുനാനാക്കും ഗുരുനാനാക്കിനെ തുടർന്ന് വരുന്ന 9 ശിഷ്യന്മാരും ചേർന്നതാണ് എന്ത് എന്ന് പറയുന്നത്? അടങ്ങിയിട്ടുള്ള ഒരു സമൂഹമാണ്, ശിഷ്യ സമൂഹമാണ് എന്ത് എന്ന് പറയുന്നത്? ബുദ്ധമതമല്ല, സിഖ് മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സിഖ് മതത്തിലെ വിശുദ്ധ ഗ്രന്ഥമാണ് ഏത്? ഗുരു ഗ്രന്ഥ് സാഹിബ്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. സിഖ് മതത്തിലെ ദൈവം എന്ന് പറയുന്നത് എന്താണ്? രൂപമില്ലാത്ത ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന രീതി. എന്താണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുക. എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് എന്ത്? കമ്മ്യൂണിറ്റി കിച്ചൺ. ഒബ്ജക്റ്റീവ് ടൈപ്പിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിറ്റി കിച്ചൺ. ഏതിലുള്ളതാണ്? സിഖ് മതം. ഓർത്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാ സമുദായങ്ങളും ഒന്നാണെന്ന് അല്ലേ? എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സിസ്റ്റം രൂപപ്പെടുത്തിയെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ. താങ്ക് യു.